അങ്ങനെ FF പോളോ പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടു. അതായത് അറോഹോ ബാസയിൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഡെക്കോ ആയിട്ടുള്ള മീറ്റിങ്ങിന് ശേഷമാണ് അറോഹോ ഈ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് മുൻപ് വരെ ഒട്ടുമിക്ക മീഡിയാസും പറഞ്ഞത് അറോഹോ ക്ലബ്ബ് വിട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ചസ് വരത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പറയുന്നത് ഡെക്കോ ആയിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിന് ശേഷം അറോഹോ ബാസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് പ്ലെയർ ബാസയുടെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമെന്ന രീതിയിൽ. അത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പ്ലെയർ ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിട്ട് പോകുന്നില്ല, അത് കൺഫേം ആയിട്ടുണ്ട്. ഈ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയോ ഇല്ലയോ എന്നതെല്ലാം വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സിൽ നിന്നും കണ്ടെന്നെ അറിയാം. എന്തായാലും അറോഹോ ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുവൻറ്റസിലേക്ക് പോകുന്നില്ല. യുവൻറ്റസ് എന്തായാലും ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലെയറെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എമൗണ്ട് ഇറക്കാൻ റെഡിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അറോഹോയുടെ ആ ഒരു ഡിസിഷനിൽ ചേഞ്ച് വന്നതുകൊണ്ട് യുവൻറ്റസ് പുഷ് ചെയ്താലും ബാസ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അറോഹോ സീസൺ എൻഡാകുന്നതുവരെയെങ്കിലും ബാസിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബാസ് ബെറ്റർ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലെയർ എന്തായാലും ബാസയുടെ ആ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ആക്സെപ്റ്റ് ചെയ്ത് ബാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടെന്നെ അറിയാം. ഇനി പറയാനുള്ളത് നമ്മുടെ ക്യാമ്പ് നൗവിനെ കുറിച്ചാണ്. അപ്പോൾ ക്യാമ്പ് നൗ റിനോവേഷൻ സ്റ്റാർട്ടായ ടൈം മുതൽ ഒട്ടുമിക്ക റിപ്പോർട്ട്സും പറഞ്ഞത് 2024 നവംബർ അല്ലെങ്കിൽ ഡിസംബർ ടൈം ആകുമ്പോഴേക്കും ബാസ ക്യാമ്പ് നൗവിലേക്ക് ഷിഫ്റ്റ് ആവും എന്നാണ്. കാരണം ആ ഒരു ടൈമിനുള്ളിൽ ബാസയുടെ ആ ഒരു റിനോവേഷൻ്റെ 40% കംപ്ലീറ്റ് ആവുമെന്നായിരുന്നു ഒട്ടുമിക്ക മീഡിയാസും പറഞ്ഞത്. പക്ഷേ റിയാലിറ്റിയിൽ നവംബർ ഡിസംബർ ടൈമിൽ ഈ ഒരു ക്യാമ്പ് നൗ റിനോവേഷൻ 40% പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഹോം മാച്ചസൊക്കെ ഈ ഒരു ക്യാമ്പ് നൗവിൽ വെച്ച് നടത്തിയേനെ. എന്തായാലും നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്സ് പറയുന്നത് ബാസ ഈ ഒരു ക്യാമ്പ് നൗ മൂവ് ഈ വരുന്ന മെയ് ടൈമിൽ നടത്തുമെന്നാണ്. അതായത് ഏപ്രിൽ വരെയുള്ള ടൈം പീരീഡ് ലാലിഗ നൽകണം. അതുവരെയുള്ള ബാസ ഹോം മാച്ചസൊക്കെ ഒളിമ്പിക് മോജോയിൽ നടത്താനുള്ള പെർമിഷൻ നൽകണമെന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് വീക്ക് മുതൽ നമ്മൾ ക്യാമ്പ് നൗവിലേക്ക് ഷിഫ്റ്റ് ആവുമെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. എന്തായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം ആ ഒരു ടൈമിൽ തന്നെ കണ്ടെന്നെ അറിയാം. ഇനി പറയാനുള്ളത് ഈ ഒരു പാവു പ്രേമിനെ കുറിച്ചാണ്. അപ്പോൾ പാവു പ്രേം എന്ന് പറയുന്ന താരം ബാസയുടെ ഫസ്റ്റ് ടീമിലേക്ക് വരേണ്ട ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ പ്ലെയർ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടത്താത്തത് കൊണ്ട് ബാസ ഈ ഒരു താരത്തിൻ്റെ ഫസ്റ്റ് ടീം പ്രൊമോഷൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മാർക്ക് ബേർണൽ ഇഞ്ചേർഡ് ആയ ടൈമിൽ ശരിക്കും പാവു പ്രേമിന് ഫസ്റ്റ് ടീം ആക്ഷൻ ലഭിക്കുമായിരുന്നു. പക്ഷേ പ്ലെയർ കോൺട്രാക്ട് റിന്യൂവൽ നടത്താത്തത് കൊണ്ടാണ് ബോർഡ് ഈ ഒരു ഫസ്റ്റ് ടീം ആക്ഷൻ കൊടുക്കാൻ താല്പര്യം കാണിക്കാത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ടൈമിലൊക്കെ വന്ന റിപ്പോർട്ട്സ് പറഞ്ഞത് പ്ലെയർ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ട് ഫസ്റ്റ് ടീമിൽ ജോയിൻ ചെയ്യുമെന്നൊക്കെയായിരുന്നു. പക്ഷേ പ്ലെയർ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസിൽ പിന്നീട് ചേഞ്ചസ് വരുത്തി കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ താല്പര്യം കാണിച്ചില്ല. മിക്കവാറും സാലറി ഇഷ്യൂസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് പ്ലെയർ ഈ വരുന്ന സമ്മറിൽ ഫ്രീ ഏജൻ്റായിട്ട് ക്ലബ്ബ് വിട്ട് പോകാനുള്ള ചാൻസാണ് ഉള്ളത്. ഇനി പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി ബാസ് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ സാലറിയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ അറോഹയുടെ കേസിൽ ബോർഡ് കാണിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതേ കൺസേൺ പാവു പ്രേമിൻ്റെ കേസിൽ കാണിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പാവു പ്രേമിൻ്റെ കണ്ടിന്യൂറ്റി നടക്കത്തുള്ളൂ. എന്തായാലും നിലവിലുള്ള സിനാരിയോയിൽ പ്ലെയർ കോൺട്രാക്ട് റിന്യൂവൽ നടത്തുമെന്ന് തോന്നുന്നില്ല. പ്ലെയർ മിക്കവാറും ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രീ ഏജൻ്റായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് വരുമോ ഇല്ലയോ അത്. ഇനി പറയാനുള്ളത് ഫ്രാങ്കി ഡിയോങ്ങിനെ കുറിച്ചാണ്. ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 2026 വരെയാണ്. ഇപ്പോൾ ബാസ ബോർഡ് ആണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട് പ്ലെയറിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2023 നമ്മുടെ ബാസ ബോർഡ് ഫ്രാങ്കി ഡിയോങ്ങിന് അത്യാവശ്യം ബെറ്റർ ആയിട്ട് ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പ്ലെയർ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മുടെ ബോർഡ് ആണെങ്കിൽ ആ ഒരു ഓഫർ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിലുള്ള സിനാറിയോ എന്ന് പറയുന്നത് ബോർഡ് ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങിനെ വാൺ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്ന സമ്മറിനുള്ളിൽ ഒന്നുകിൽ പെർമനൻ്റ് ആയിട്ട് ക്ലബ്ബ് ഇട്ട് പോവുക അല്ലെങ്കിൽ കോൺട്രാക്ട് റിന്യൂവൽ നടത്തുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എന്തായാലും ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് ബോർഡ് കൊടുത്തിരിക്കുന്ന വാണിംഗ്. ഇനി പ്ലെയർ ഫ്രീ ഏജൻ്റായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് പ്ലെയർ ഒരു ബാസ മാച്ച് പോലും കളിക്കത്തില്ല എന്നൊരു വാണിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സമ്മറിനുള്ളിൽ അറിയാൻ സാധിക്കും അതായത് ഫ്രാങ്കി ഡിയോങ് കോൺട്രാക്ട് റിന്യൂവൽ നടത്തുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.